എജുമിത്രം ചാനലിൻ്റെ കരിയർ ജാലകത്തിലേക്ക് സ്വാഗതം. ഏവർക്കും എജുമിത്രം ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ആ ചൊല്ല് ഇപ്രകാരമാണ്: ഇംഗ്ലീഷ് ഈസ് എ കീ വിച്ച് വിൽ ഓപ്പൺ മെനി ഡോർസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരു താക്കോലാണ്. അത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വാതിലുകൾ തുറന്നു വയ്ക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് BA ഇംഗ്ലീഷ്, BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, BA ഫങ്ഷണൽ ഇംഗ്ലീഷ് മുതലായ ഇംഗ്ലീഷ് ഭാഷാ കോഴ്സുകളുടെ പഠന സാധ്യതകളും കരിയർ സാധ്യതകളുമാണ്. ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ 1 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ് വിനോദ വ്യവസായത്തിൻ്റെ ഭാഷ. അതുതന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഷ. പോരാത്തതിന് അതാണ് ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെ ഭാഷ. ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. ലോകത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലും സാമൂഹിക പദവികളും സമ്പത്തും മറ്റു സാധ്യതകളും തുറന്നു കൊടുത്ത ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കേരളീയർക്ക്, നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മളറിയാതെ കിട്ടിയ ഒരു വരദാനമാണ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് അടക്കി ഭരിച്ചപ്പോൾ ഇന്ത്യയിൽ അവർ വിട്ടേച്ചു പോയ ഒരു നിധിയാണ് ഇംഗ്ലീഷ് ഭാഷ. മുഖ്യമായും 3 സ്ട്രീമുകളാണ് ഈ ഇംഗ്ലീഷ് ഭാഷാ കോഴ്സിൽ കേരളത്തിലും ഇന്ത്യയിലും ലഭ്യമായിട്ടുള്ളത്. 1 BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, 2 BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, 3 BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ലോകത്തിലെ പണ്ടുണ്ടായതും ഇന്ന് നിലവിൽ ഉള്ളതും ഇനി വരാനിരിക്കുന്നതുമായ സാഹിത്യ സൃഷ്ടികൾ, നോവലുകൾ, കഥകൾ, മറ്റു ഫിക്ഷനുകൾ, ഇതെല്ലാമാണ് BA ഇംഗ്ലീഷിലെ ചർച്ചാ വിഷയം, പ്രതിപാദ്യ വിഷയം. ഇനി BA ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇന്നത്തെ IT യുഗത്തിലെ കമ്പനികൾക്ക് വേണ്ട, ഉദാഹരണമായി ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി, അതിലൊക്കെ സർവീസ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേംസ് ആൻഡ് ടെർമിനോളജീസ്, അതാണ് BA ഫങ്ഷണൽ ഇംഗ്ലീഷ്. BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇതിലെ ഫോക്കസ് കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റിലാണ്. അതായത് ബോത്ത് വെർബൽ ആൻഡ് റിട്ടൺ. ഇതാണ് ഇതിലെ ഒരു ചർച്ചാ വിഷയം. ഇതിൽ ഈ 3 സ്ട്രീമിലും കേരളത്തിൽ കോഴ്സുകൾ ലഭ്യമാണ്. പക്ഷേ റിസർച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അഭികാമ്യം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. എന്ന് വെച്ചാൽ മറ്റു 2 റിസർച്ചിന് സാധ്യതയില്ല എന്നല്ല, താരതമ്യേന അടുത്ത കാലത്ത് വന്ന തൊഴിൽ മേഖലകളായതുകൊണ്ട് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും BA ഫങ്ഷണൽ ഇംഗ്ലീഷിലും ഇപ്പോൾ റിസർച്ച് സ്കോപ്പ് കൂടി വരുന്നേയുള്ളൂ. എന്നാൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നാൾക്കുനാൾ ഇതിന് സാധ്യത കൂടിക്കൂടി വരികയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഇത് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് പ്രധാന പഠന കേന്ദ്രങ്ങളാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഓട്ടോണമസ് കോളേജുകൾക്കാണ്. മലബാർ മേഖലയിലാണെങ്കിൽ ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള ഓട്ടോണമസ് കോളേജുകളുണ്ട്. അതേപോലെ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ UC കോളേജ്, ആലുവ, മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ഗവൺമെൻറ് വിമൻസ് കോളേജ് മുതലായ കോളേജുകളിൽ ഈ ഇംഗ്ലീഷ് ഭാഷാ കോഴ്സിന് മികച്ച പഠന സൗകര്യങ്ങളുണ്ട്. കേരളത്തിലെ 5 യൂണിവേഴ്സിറ്റികളും അടുത്ത ദിവസം ഓൺലൈൻ മുഖേന അപേക്ഷ ക്ഷണിക്കുകയാണ് ഡിഗ്രി പ്രവേശനത്തിന്. ഈ 3 സ്ട്രീമിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്ട്രീമുകൾ തിരഞ്ഞെടുത്ത് മുൻഗണനാക്രമത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. ഡിഗ്രി പ്രവേശനത്തിന് മാർക്ക് പുറമെ ഗ്രേസ് മാർക്ക് എന്നിവ പരിഗണിക്കപ്പെടുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നിലധികം കോളേജുകളിലും
ഒന്നിലധികം കോമ്പിനേഷനുകളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഇത്തവണത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികൾ അധിക പേരും കേരളത്തിൽ തന്നെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വളരെ മെറിറ്റുള്ള കുട്ടികൾക്ക് പോലും ഒരു പക്ഷേ സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവായിരിക്കും. ഈ കാര്യം കൂടി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ടതാണ്. ഇതോടൊപ്പം നമ്മൾ പരിഗണിക്കേണ്ടത് ഇതിനകം ഒരുപാട് തവണ ഡേറ്റ് നീട്ടിയ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ ന്യൂഡൽഹി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി എന്നീ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. BA ഇംഗ്ലീഷ് കോഴ്സ് ഈ സെൻറ്ററുകളിൽ മിക്കതിലും ഡൽഹി ഒഴിച്ച് ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ടാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ 5 വർഷത്തെ ഡിഗ്രി PG പഠന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഉള്ള, ഏറ്റവും മികച്ച ലൈബ്രറി ലാബ് സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളാണ്. പുറമെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എയ്ഡഡ് കലാലയങ്ങൾ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഎയ്ഡഡ് കോളേജുകളിലും BA ഇംഗ്ലീഷ് ഓർ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓർ BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, ഇതിൻ്റെ ഒരു അലൈഡ് കോഴ്സായ BA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവ ലഭ്യമാണ്. പക്ഷേ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കോളേജിൻ്റെ പഴക്കവും ഫാക്കൽറ്റീസിൻ്റെ യോഗ്യതകളും മറ്റ് ലാബ് ലൈബ്രറി സൗകര്യങ്ങളും കൂടി കണക്കിലെടുത്തു വേണം അപ്ലൈ ചെയ്യാനെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം നമ്മൾ ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങൾ ഒരിക്കൽ കൂടി പരിചയപ്പെടുകയാണ്. അതായത് ഡൽഹിയിൽ വരുമ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ഹൻസ്രാജ് കോളേജ്, രാംജാസ് മുതലായ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകൾ ഇതിനകം ആപ്ലിക്കേഷൻ ഡേറ്റ് നീട്ടിയതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ കൂടി +2 പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ BA ഇംഗ്ലീഷ് ഓർ MA ഇംഗ്ലീഷ് ഓർ PhD ഇംഗ്ലീഷ് ഓർ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കോഴ്സിൻ്റെ കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യം വരുമ്പോൾ, ഇന്ത്യയിലെ ലോക പ്രശസ്തമായ സ്ഥാപനമാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, അതായത് IFLU ഹൈദരാബാദ്. പക്ഷേ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ സമയം ഡെഡ്ലൈൻ കഴിഞ്ഞതുകൊണ്ട് PG കോഴ്സിനും MPhilനും PG ഡിപ്ലോമ, PG DTE കോഴ്സുകൾക്കും IFLUവിൽ തുടർന്ന് നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം ഇംഗ്ലീഷിലെ പഠന സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ദെൻ ലയോള കോളേജ് മദ്രാസ്, ദെൻ ഫർഗൂസൺ കോളേജ് പൂനെ മുതലായ സ്ഥാപനങ്ങൾ കൂടി PG പഠനത്തിനും MPhilനും PhDക്കും ഭാവിയിൽ പരിഗണിക്കാവുന്ന സെൻറ്റേഴ്സാണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തൊഴിൽ സാധ്യതകൾ ഇനി പറയുന്ന സാധ്യതകളാണ് BA, MA, MPhil, PhD പഠന മുഖാന്തിരം ഒരാൾക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ളത്. അതിലൊന്ന് ടീച്ചിങ്, 2 ട്രാവൽ ആൻഡ് ടൂറിസം, 3 ജേർണലിസം, 4 മാസ് കമ്മ്യൂണിക്കേഷൻ, 5 വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, 6 കൗൺസിലിംഗ്, 7 സോഷ്യൽ വർക്ക്, 8 മാനേജ്മെൻറ്റ് പഠനം, 9 ലോ, 10 മറ്റ് അനുബന്ധ PG കോഴ്സുകൾ. ഇതെല്ലാം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൂടെ ഒരാൾക്ക് ചെന്നെത്താവുന്ന സാധ്യതകളിൽ ചിലത് മാത്രമാണ്. ഇൻ്റർനെറ്റ് യുഗം നമ്മുടെ മുന്നിൽ മറ്റ് 3 സാധ്യതകൾ കൂടെ തുറന്നു വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് കണ്ടൻറ് റൈറ്റിംഗ് ആണ്, അതോടൊപ്പം കണ്ടൻറ് എഡിറ്റിംഗ് ആണ്. കണ്ടൻറ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ഫേമുകൾക്ക് അവരുടെ കസ്റ്റമേഴ്സിന് അവരുടേതായ ലാംഗ്വേജിൽ കണ്ടൻറ്റുകൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് കണ്ടൻറ് റൈറ്ററുടെ ചുമതല. എന്നാൽ ഇത് ഉപഭോക്താക്കളിൽ എത്തുന്നതിന് മുമ്പ് അതിലുള്ള തകരാറുകൾ തീർക്കുക എന്നുള്ളതാണ് കണ്ടൻറ് എഡിറ്ററുടെ ചുമതല. ഇംഗ്ലീഷ് ഭാഷയിൽ അവഗാഹമുള്ള ഈവൻ ബേസിക് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് പോലും ഈ മേഖലയിൽ ഇന്നത്തെ ഈ വർക്ക് അറ്റ് ഹോം ചുറ്റുപാടിൽ
വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ചെയ്യാവുന്ന ഒരു മേഖലയാണ് കണ്ടന്റ് എഡിറ്റിംഗ് ആൻഡ് കണ്ടന്റ് റൈറ്റിംഗ്. ഇതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്ന മറ്റൊരു സാധ്യതയാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകളുടെ യൂസർ മാനുവലിൻ്റെ ലാംഗ്വേജ് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ ജോലി. ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പേര്, മറ്റ് വിവരങ്ങൾ ആണ് ഇവർ എഴുതി കൊടുക്കേണ്ടത്. ഇതാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. ഇതോടൊപ്പം മൂന്നാമത്തൊരു ഏരിയയാണ് കോപ്പി റൈറ്റിംഗ്. പ്രത്യേകിച്ചും പരസ്യ കമ്പനികൾക്കാണ് കോപ്പി റൈറ്ററുടെ സഹായം ആവശ്യമുള്ളത്. കാച്ചി ഫ്രേസ്, കാച്ചി സ്ലോഗൻസ് ഇതൊക്കെയാണ് ഇവർ എഴുതി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 ഏരിയയും വർക്ക് അറ്റ് ഹോം ചുറ്റുപാടിൽ ഇനി കോവിഡാനന്തര കാലഘട്ടത്തിൽ മറ്റ് കമ്പനികളിൽ ഇരുന്നു കൊണ്ടും ഒരാൾക്ക് ചെയ്യാവുന്ന സാധ്യതകളാണ്. ഡിഗ്രിയും PGയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് MNCകളിൽ, മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്രിഫറൻസ് ഉള്ള കാര്യം കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇനി BA ഇംഗ്ലീഷിൻ്റെ ഉപരിപഠന സാധ്യതകൾ. സ്വാഭാവികമായും BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാൾക്ക് MA ഇംഗ്ലീഷ്, MA ഫങ്ഷണൽ ഇംഗ്ലീഷ്, MA കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് എന്നിത്യാദി വിഷയങ്ങളിൽ PG ചെയ്യാവുന്നതാണ്. പുറമെ MA സോഷ്യോളജി, MA സോഷ്യൽ വർക്ക്, MA ഹിസ്റ്ററി, MA ആന്ത്രോപോളജി, MA ട്രൈബൽ സ്റ്റഡീസ്, MA വിമൻ സ്റ്റഡീസ്, LLB, MBA മാസ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, MA or MSc സൈക്കോളജി മുതലായ കോഴ്സുകൾക്കും BA ഇംഗ്ലീഷ് ഒരു അടിസ്ഥാന യോഗ്യതയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പഠന മാർഗങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി. A mere degree will not fetch you any jobs. You have taken a degree for the sake of a degree. A namesake degree will not give you any jobs. You need to be proficient in both written and communicative English. And each day you are expected to update your information by reading standard English dailies like the Hindu. You can develop your vocabulary and your communicative English skill, and these things only will fetch you jobs. So each day you are expected to polish your information and update your general knowledge and logical reasoning. ഇതിന് പുറമെ UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതേപോലെ IBPS ബാങ്ക് ജോലികൾക്ക് വേണ്ടിയുള്ള IBPS പരീക്ഷ, കേരള PSC പരീക്ഷ, റെയിൽവേ മുതലായ ഫേമുകൾ നടത്തുന്ന പരീക്ഷകൾ എല്ലാത്തിനും BA ഇംഗ്ലീഷ് ഒരു അടിസ്ഥാന യോഗ്യതകൾ ഒന്നാണ്. ഡിഗ്രിക്ക് തുല്യമായ പരീക്ഷകൾക്കൊക്കെ BA ഇംഗ്ലീഷിൽ ഈ മുകളിൽ പ്രതിപാദിച്ച ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജനറൽ നോളജും മറ്റ് കോമ്പറ്റേറ്റീവ് സ്കില്ലും നിങ്ങൾ പോളിഷ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു ഡിഗ്രി കൊണ്ടും, പ്രത്യേകിച്ച് BA ഇംഗ്ലീഷ് കൊണ്ട് ജോലി കിട്ടുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ആൾ.